ഡിസംബർ 25 രാത്രി 1 മണിക്ക്, അതായത് ക്രിസ്മസ് രാത്രി 1 മണിക്കുള്ള ആൾക്കൂട്ടമാണിത്. ഇത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ പാലപ്പള്ളം എന്ന സ്ഥലത്തുള്ള പുൽക്കൂട് കാണാനായിട്ട് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ കുടിൽ കാണാനായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ തിരക്കാണ്. അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഒത്തിരിയേറെ ആളുകൾ ക്യൂ നിന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. ഇതിന് 2 കൗണ്ടറാണുള്ളത്. ഒന്ന് ഫ്രീ കൗണ്ടർ, മറ്റൊന്ന് ടിക്കറ്റ് എടുത്തുള്ള കൗണ്ടർ. ഫ്രീ കൗണ്ടറിൽ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറോളം നിൽക്കേണ്ടി വരും, പ്രത്യേകിച്ച് ക്രിസ്മസ് രാത്രിയൊക്കെ. അല്ലാതെ പൈസ കൊടുത്തുള്ള കൗണ്ടറിലാണെങ്കിൽ 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനും വേറൊരു ക്യൂ ഉണ്ട്, അതിൽ നിന്നിട്ട് പോവാം. ഇത് എല്ലാ വർഷവും ഈ പാലപ്പള്ളം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കുറേയേറെ ആളുകൾ ചേർന്ന് പുൽക്കൂടുണ്ടാക്കുകയും അത് കാണാനായിട്ട് വന്നിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു തിരക്കാണ്. ഈ വർഷത്തെ തീം ഫറവോയുടെ, അല്ലെങ്കിൽ ഈജിപ്തിലെ പിരമിഡിൻ്റെ രൂപത്തിലാണ് ഈ കുടിലുണ്ടാക്കിയിരിക്കുന്നത്. ഓരോ വർഷവും ഓരോ രീതിയിലാണ് അവരത് ചെയ്യുന്നത്. ഇതിനു മുമ്പത്തെ വർഷത്തെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ അവർ വലിയ കൊട്ടാരം പോണൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഈ വർഷം ഉണ്ടാക്കിയിരിക്കുന്നത് പിരമിഡിൻ്റെ രൂപത്തിലാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പല കൗണ്ടറുകളായിട്ട് തിരിച്ച് ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ കയറുമ്പോൾ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ കാണാം. ആളുകളുടെ തിരക്ക് കാരണം ഉള്ളിലേക്ക് പോകാൻ പറ്റാത്ത തിരക്കാണ്, പ്രത്യേകിച്ച് ക്രിസ്മസ് രാത്രിയിൽ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ പഴയ നിയമത്തിൻ്റെ തീമുകളാണ് ആദ്യം അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെ ആദവും ഹവായും അതിനുശേഷമുള്ള കാര്യങ്ങളും എല്ലാം ബൈബിള് മുഴുവനായും അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇത് യാക്കോബിൻ്റെ കിണറാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പഴയ നിയമത്തിലെ ഓരോ കഥകളും കണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവിടെ അതിൻ്റെ വിവരണങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഫറവോയുടെ കൊട്ടാരം, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇത് കണ്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ചെറുതായിട്ട് പറഞ്ഞു വിടാം. ഇവിടെ എല്ലാ വർഷവും നിരവധി ആളുകൾ വന്ന് ഈ കുടിൽ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുടിൽ കാണാൻ വരുന്നവർക്ക് ഫ്രീ ആയിട്ടുള്ള കൗണ്ടറിലൂടെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. അതുകൊണ്ട് നമ്മൾ ഫ്രീ കൗണ്ടറല്ല, പൈസ കൊടുത്തുള്ള കൗണ്ടറിലൂടെ വേറൊരു അണ്ണൻ നമ്മളെ കയറ്റി വിടുകയാണ് ചെയ്തത്. ആ അണ്ണൻ്റെ ഇടവക ഇതായതുകൊണ്ട് ആ പുള്ളി അത് നമ്മളെ കയറ്റി വിടുകയാണ് ചെയ്തത്. ഏതായാലും ഉള്ളിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ കത്തുന്ന മരവും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഒരു പ്രാവശ്യം കാണാൻ അടിപൊളിയാണ്. ഇത്രയും ക്യൂ നിൽക്കേണ്ട വന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. നോക്കിക്കേ, ആളുകളുടെ തിരക്ക് അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചില സ്റ്റാച്ചു ഒക്കെ മറച്ചിട്ടിട്ടുണ്ട് ആളുകൾ, തിരക്ക് കാരണം മറിഞ്ഞു കിടക്കുന്നതാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ കാണുന്നത് രക്തപ്പുഴയാണ്. ഇത് നമുക്കറിയാം, വെള്ളത്തിൻ്റെ നടുവിലൂടെ, കടലിൻ്റെ നടുവിലൂടെ ജനം പോകുന്നതാണ്. ഇസ്രായേൽ ജനം മറുകരയിലേക്ക് പോകുന്നതാണ്. മോശ 10 കൽപ്പനകൾ നൽകുന്ന കാര്യം നമുക്ക് കാണാം. അതിനുശേഷം മുന്നോട്ട് പോകുമ്പോഴത്തേനും പല തീമുകളാണ് മനസ്സിലാകുന്നത്. ഇത് മലയിൽ പ്രാർത്ഥിക്കുന്നത്, അതിനുശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്. അടുത്ത പാർട്ടിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കേ.